അസ്സാം വലൈക്കും. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി 7/8/2026 പുറപ്പെടുവിച്ച 5-ാം നമ്പർ സർക്കുലറിൽ പറഞ്ഞ പ്രകാരം ഹജ്ജ് ട്രെയിനർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ താഴെ പറയുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്ത് നടത്തുന്നതായിരിക്കും. പരീക്ഷാ തീയതി 30/8/2026. ലോഗിനും വെരിഫിക്കേഷനും ചെയ്യേണ്ടത് അതേ ദിവസം രാവിലെ 10 മണി കഴിഞ്ഞ് 50 മിനിറ്റ് മുതൽ 11:30 മണി വരെ ആയിരിക്കും. പരീക്ഷ ആരംഭിക്കുന്ന സമയം 11 മണി 30 മിനിറ്റ്, അവസാനിക്കുന്ന സമയം 12 മണി 30 മിനിറ്റ്. ഇതിന് മുന്നോടിയായി 28/8/2026 ഉച്ചയ്ക്ക് 3 മണി മുതൽ 29/8/2026 വൈകിട്ട് 5 മണി വരെ ഒരു മോക്ക് ടെസ്റ്റ് ലഭ്യമായിരിക്കും. എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ സമയപരിധിക്കുള്ളിൽ സൗകര്യപ്രദമായ സമയത്ത് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നുണ്ട്. CBTയും മോക്ക് ടെസ്റ്റും ഓൺലൈനായി ഹ്യൂമൻ പ്രോക്റ്റഡ് രീതിയിലായിരിക്കും നടത്തുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ വീട് അല്ലെങ്കിൽ ഓഫീസ് പോലുള്ള അനുയോജ്യമായ ഏത് സ്ഥലത്ത് നിന്നും ക്യാമറയുള്ള ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഉപകരണം എന്നിവ ഉപയോഗിച്ച് പരീക്ഷയിൽ പങ്കെടുക്കാവുന്നതാണ്. മോക്ക് ടെസ്റ്റിനും CBTക്കുമുള്ള ലോഗിൻ വിവരങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കും വ്യക്തിപരമായി ഇമെയിലിൽ അയക്കുന്നതാണ്. കൂടാതെ ഒരു SMS-ഉം ലഭിക്കുന്നതാണ്. ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട് മുതലായ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ കയ്യിൽ കരുതേണ്ടതാണ്. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ്, അതുപോലെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് എന്നിവ ആവശ്യമാണ്. വെബ് ക്യാമറയും മൈക്രോഫോണും എല്ലാ ഉപകരണങ്ങളിലും നിർബന്ധമാണ്. 5 മെഗാ പിക്സൽ എങ്കിലും ശക്തിയുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. ശല്യമില്ലാത്ത ശാന്തമായ നല്ല വെളിച്ചമുള്ള അന്തരീക്ഷത്തിൽ ഇരിക്കുക. മറ്റാരും അടുത്ത് ഉണ്ടാകാൻ പാടില്ല. ലഭിച്ച യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. പുസ്തകങ്ങൾ, നോട്ടുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉപകരണങ്ങൾ എന്നിവ അനുവദനീയമല്ല. ഇയർഫോൺ, ഹെഡ്ഫോൺ, എയർപോഡ്സ് എന്നിവ കർശനമായി നിരോധിച്ചിരിക്കുന്നു. പരീക്ഷയിലുടനീളം നിങ്ങളുടെ മൈക്രോഫോണും വെബ് ക്യാമും സജീവമായിരിക്കും. ടെസ്റ്റിൽ 1 മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ട 50 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾക്ക് 100 മാർക്കായിരിക്കും ലഭിക്കുന്നത്. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം ലഭിക്കും. ഓരോ തെറ്റായ ഉത്തരത്തിനും 1/2 മാർക്ക് വീതം മൈനസ് ചെയ്യുന്നതാണ്. ചോദ്യങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു എന്നീ ഭാഷകളിൽ ലഭ്യമായിരിക്കും. എന്തെങ്കിലും ക്രമക്കേടുകൾ നടത്തുകയോ ഇൻവിജിലേറ്ററുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുകയോ ചെയ്യുന്നത് ടെസ്റ്റ് അയോഗ്യതയ്ക്കും അവസാനിപ്പിക്കുന്നതിനും കാരണമായേക്കാം. താങ്ക് യു.